സാബു സ്വാഭാവികമായിട്ടും വളരെ ഷ്രൂഡായിട്ടുള്ളൊരു ബിസിനസ്സുകാരനായത് കാരണം BJPയുമായിട്ടൊരു ബന്ധം അയാൾക്ക് ഇവിടെ T20 നശിച്ചാലും അയാൾക്ക് മറ്റേതെങ്കിലും സംസ്ഥാനത്ത് അയാളുടെ കമ്പനി വളർത്താനായിട്ട് BJP ഉപകാരപ്പെടും എന്ന് കണ്ടതുകൊണ്ട് തന്നെയായിരിക്കണം സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ. പക്ഷേ കേരളത്തിലെ ജനസംഖ്യാപരമായ ഒരു പ്രശ്നം കൊണ്ട് കൂടി ഹിന്ദുക്കളിലെ മുഴുവൻ ആളുകളെയും പിടിച്ചെടുത്താൽ പോലും വോട്ട് മുഴുവൻ ഇപ്പം LDFലും UDFലും ഒക്കെ കിടക്കുന്ന വോട്ടുകൾ മുഴുവൻ കിട്ടിയാൽ പോലും ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളുടെ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും കൂടെ വോട്ടിൻ്റെ ഒരു ശതമാനം കിട്ടാതെ കേരളത്തിൽ അധികാരത്തിലെത്താൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ SIRലൂടെ ഇവരെല്ലാം വോട്ടുകൾ ഒഴിവാക്കി കളയേണ്ടി വരും. ഈ കേരളത്തിൽ ഈഴവ സമൂഹത്തിൻ്റെ അകത്തേക്ക് കടന്നു കയറാനായിട്ട് എത്രയോ കാലമായി ഇവർ ശ്രമിക്കുന്നു. അപ്പോൾ അതിന് കഴിയാതെ വന്നപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ മകനെ വച്ചിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കി അതുവഴി കടന്നു കയറാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം ഇവർ നടത്തുന്നു. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. 2015 എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം ആസ്ഥാനമാക്കി രൂപം കണ്ട ഒരു രാഷ്ട്രീയ പ്രതിഭാസമാണ് 2020. അന്ന് അവിടെ രൂപം കൊണ്ട ആ പാർട്ടി കിഴക്കമ്പലം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളുടെ ഭരണം പിടിച്ചെടുത്ത് 5 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ 4 പഞ്ചായത്തുകളിലേക്ക് ഭരണം നേടാൻ കഴിഞ്ഞു. ഇപ്പോൾ ആ പാർട്ടി കഴിഞ്ഞ 2025 നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ചില തിരിച്ചടികൾ നേരിട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അവർ NDAയിലേക്ക് ചുവടുമാറുകയാണ്. എല്ലാ പാർട്ടികളെയും മുന്നണികളെയും എതിർത്ത് വന്ന 2020 ഇപ്പോൾ NDA എന്ന രാഷ്ട്രീയ മുന്നണിയുടെ ഭാഗമാവുകയാണ്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഈ മുന്നണി പ്രവേശത്തിലൂടെ സാബു M ജേക്കബിൻ്റെ നേതൃത്വത്തിലുള്ള 2020 ലക്ഷ്യമാക്കുന്നത്? എന്താണ് അവർ രാഷ്ട്രീയമായി ലക്ഷ്യമാക്കുന്നത്? ഇതാണെന്ന് ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം പ്രമുഖ മാധ്യമപ്രവർത്തകനായ ശ്രീജിത്ത് ദിവാകരനുണ്ട്. ശ്രീജിത്ത്, സ്വാഗതം. 2020 നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പരക്കെ കേൾക്കുന്ന ഒരു വാക്കാണ് വിസ്മയം. അപ്പം അങ്ങനെ NDAയുടെ ഭാഗത്തു നിന്നുള്ളൊരു വിസ്മയമായിട്ട് വേണമെങ്കിൽ ഈ 2020യുടെ ഒരു വരവിനെ നമുക്ക് കാണാം. അങ്ങനെ എന്തെങ്കിലും ഒരു വിസ്മയം സൃഷ്ടിക്കാൻ 2020ക്ക് കഴിയുമോ എന്ന് കരുതുന്നുണ്ടോ? ഒട്ടുമില്ല. അത് വിസ്മയം അല്ല എന്ന് മാത്രമല്ല, ആത്യന്തികമായി ഒരു NDAയിലേക്ക് എത്തേണ്ട ഒരു പരിപാടി തന്നെയായിരുന്നു 2020 പോലെയുള്ള ഏത് രാഷ്ട്രീയ ആൾക്കൂട്ടവും അവസാനം ഈ BJPയുടെ ഒരു വലിയ ഒരു ക്യാൻവാസിലേക്ക് ചേക്കേറുന്ന ഒരു കാര്യമാണ് നമുക്ക് വളരെ നേരത്തെ കാൽപ്പര്യം. 2013 യഥാർത്ഥത്തിൽ 2012 സമയം മുതൽ ഉണ്ടായിട്ടുള്ള അഴിമതി വിരുദ്ധ പോരാട്ടം എന്ന് പറഞ്ഞ അണ്ണാ ഹസാരയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വലിയ സംഘത്തിൻ്റെ ആത്യന്തികമായ ഒരു പോക്ക് BJPയെ ഗുണകരമായിട്ടൊരു കാര്യമായിരുന്നു. അതിനു മുമ്പ് പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ള വളരെ കുറച്ച് പേരാണ് അതിൽ നിന്ന് മാറി നിന്ന ആൾക്കാർ. പ്രശാന്ത് ഭൂഷണെ പോലുള്ള ആളുകൾ ഇത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് ആത്യന്തികമായി ഗുണപ്പെട്ടതോ അല്ലെങ്കിൽ പ്രയോജനപ്പെട്ടതോ എങ്ങനെയാണ് ഈ വീടുകളെ അല്ലെങ്കിൽ ഹൗസിംഗ് കോളനികളെ ഫ്ലാറ്റുകളുടെ അസോസിയേഷനെ എങ്ങനെയാണ് പിടിക്കേണ്ടതെന്നും അവരെയൊക്കെ എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കേണ്ടതെന്നും ആദ്യം കാണിച്ചു തരുന്ന പ്രസ്ഥാനം അവരാണ്. അതിനു മുമ്പ് യൂത്ത് ഫോർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു സംവരണ വിരുദ്ധ കൂട്ടായ്മ അതും ചെന്ന് ചേർന്നത് BJPയുടെ കൊടിക്കീഴിലാണ്. അതുകൊണ്ട് തന്നെ 2020 10 വർഷം മുമ്പ് തുടങ്ങുമ്പോഴേക്കും നമ്മളെപ്പോലുള്ള ആളുകളെല്ലാം നേരത്തെ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്. ഇത് ആത്യന്തികമായി അങ്ങോട്ടേക്ക് പോകുന്ന ഒരു കാര്യമാണ്. വിസ്മയമൊന്നുമല്ല. ഇവർ ഈ പറഞ്ഞ രീതിയിൽ പല പഞ്ചായത്തുകളിലേക്കും വളരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആത്യന്തികമായി എന്താണ് 2020? ഒരു മുതലാളി നടത്തുന്ന പാർട്ടി. ഇപ്പോൾ നമുക്ക് ഒരു സീരിയസ് ആയിട്ടും വേറെ രീതിയിൽ പറഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ അദാനി എന്ന് പറയുന്ന മുതലാളി നടത്തുന്ന പാർട്ടിയാണ് BJP. പക്ഷേ എന്നാൽ പോലും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അതിനൊരു ചരിത്രമുണ്ട്, അതിനൊരു പശ്ചാത്തലമുണ്ട്. മാത്രമല്ല വേറെ തരം ഫിലോസഫി ഉണ്ട്. അത് എത്രമാത്രം വിനാശകരമായ ഫിലോസഫി ആണെങ്കിൽ പോലും അതിനൊരു ഫിലോസഫി ഉണ്ട്. അത്തരം ഒരു കാര്യവുമില്ലാത്ത ഒരു മുതലാളി നടത്തുന്ന ഒരു പാർട്ടിയാണ് ഇത്. ആ മുതലാളിയുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ ആളുകളെ അവർ തെരഞ്ഞെടുപ്പിലൂടെ വരുത്തുന്നു. അവർ ആ താല്പര്യം നടപ്പിലാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് BJPയുടെ ഭാഗമായാലും എന്തായാലും അതിൻ്റെ സ്വഭാവം അതാണ്. അതിലേക്ക് പോകാനുള്ളൊരു പോക്കായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞ പ്രയോഗം ശരിയാണോ എന്ന് സംശയമുണ്ട്. അതിനൊരു രാഷ്ട്രീയമുണ്ട്. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സംഗതികളാണ് ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട്. ഇതിപ്പം അത് ഇടതുപക്ഷ വിരുദ്ധമാണെങ്കിലും കോൺഗ്രസ് വിരുദ്ധമാണ്, ഇതെല്ലാം ശരിയല്ല എന്ന് പറഞ്ഞു വരുന്ന രാഷ്ട്രീയം,
അത് അരാഷ്ട്രീയമല്ല, മറിച്ച് കൃത്യമായൊരു രാഷ്ട്രീയ ലക്ഷ്യം അതിനുണ്ട്. ഉണ്ട് അല്ല, പക്ഷേ ഇവർ ഈ ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിക്കാനായിട്ട് ഇവർ ഉപയോഗിക്കുന്നത് അരാഷ്ട്രീയത. അതാണ് അതിൻ്റെ രാഷ്ട്രീയത. അവരുടെ രാഷ്ട്രീയത തന്നെയാണ്, അതിലേക്ക് പോകാനുള്ളതാണ്. പക്ഷേ ഇതിനു വേണ്ടി ഇപ്പോൾ അഴിമതി വിരുദ്ധ കൂട്ടത്തിൻ്റെ ബേസിക് സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അരാഷ്ട്രീയമായി കരുതുന്ന ജനങ്ങളെ എങ്ങനെയാണ് ഇതിലേക്ക് ആകർഷിക്കുക. അവർക്ക് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, ഒരു സംശയമില്ല. പക്ഷേ അതാണ് അതിൻ്റെ ഒരു സ്വഭാവം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ 10 വർഷം കൊണ്ട് ആദ്യം കിഴക്കമ്പലം പഞ്ചായത്താണ് ആദ്യം പിടിച്ചെടുത്തത്. പിന്നീട് അടുത്ത തവണ 3 പഞ്ചായത്തുകൾ കൂടെ അവർക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞു. കിഴക്കമ്പലത്ത് ഒരു കേരളത്തിന് ഇന്ത്യക്കും മാതൃകയായ ഒരു പഞ്ചായത്ത് സൃഷ്ടിക്കുമെന്നാണ് അന്ന് അവർ പറഞ്ഞിരുന്നത്. മാതൃകയായോ എന്നുള്ളത് കിഴക്കമ്പലത്തുകാർ പറയേണ്ട കാര്യമാണ്. തുടർന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ 3 പഞ്ചായത്തുകൾ കൂടെ അവർക്ക് അധികാരത്തിൽ, അതിന് ചുറ്റുമുള്ള മഴുവന്നൂർ തുടങ്ങിയ ഐക്കർനാട് തുടങ്ങിയ 3 പഞ്ചായത്തുകൾ കൂടെ അധികാരത്തിൽ വന്നു. അവിടെയും കാര്യമായ ഒന്നും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം സംശയമാണ്. ഇപ്പോൾ ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു കാർഡാണ് ഇപ്പോഴും അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇന്നലെ ഇറക്കിയത്. അത് തന്നെയാണ്, ഇങ്ങനെ കിഴക്കമ്പലം പഞ്ചായത്ത് ഞങ്ങൾ ഭക്ഷ്യസുരക്ഷയ്ക്കാണ് ഊന്നൽ കൊടുക്കുന്നത്, അത് ഞങ്ങൾ വ്യാപകമാക്കും, കേരളത്തിൽ അത് വ്യാപകമാക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം പക്ഷേ കഴിഞ്ഞ 2025 നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവർ കിഴക്കമ്പലത്തുൾപ്പെടെ അവർക്ക് വലിയ തിരിച്ചടി നേരിട്ടു. മഴുവന്നൂരിൽ മാത്രമാണ് അവർക്ക് വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. മഴുവന്നൂരാണെന്നാണ് എൻ്റെ ഓർമ്മ. മറ്റ് പഞ്ചായത്തുകൾ കിഴക്കമ്പലത്തുൾപ്പെടെ വളരെ കുറഞ്ഞ സീറ്റുകളിൽ മാത്രമാണ് അവർക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞത്. 2 സീറ്റുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന 2 സീറ്റുകളിൽ കഷ്ടിച്ച്, കിഴക്കമ്പലം ഉൾപ്പെടെ 2 സീറ്റുകളിൽ കഷ്ടിച്ച് അധികാരത്തിൽ വരികയും 2 മറ്റ് പുതിയ പഞ്ചായത്തുകളിൽ നറുക്കെടുപ്പിലൂടെയും ചെറിയ ഭൂരിപക്ഷത്തിലും അധികാരത്തിൽ വരാൻ കഴിഞ്ഞു. അപ്പോൾ രാഷ്ട്രീയമായി അല്ലെങ്കിൽ ഒരു തകർച്ച നേരിട്ടു എന്നുള്ളൊരു പ്രശ്നം അവരിപ്പോൾ അഭിമുഖീകരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് എല്ലാ കാലത്തും നിലനിന്ന് പോകുന്നൊരു കാര്യമല്ല. 2 ഈ ഭക്ഷ്യസുരക്ഷ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം പോലുള്ള സ്ഥലത്ത് നമുക്കറിയാലോ, ഈ ഭക്ഷ്യസുരക്ഷയുടെ പ്രശ്നമൊന്നുമല്ല, മറിച്ച് നിങ്ങൾക്ക് മറ്റേ പലചരക്ക് സാധനങ്ങൾ, പച്ചക്കറികളും അടക്കമുള്ള സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നൽകാനായിട്ട് ഇവരൊരു കാർഡ് നൽകുന്നു. ആ കാർഡുമായിട്ട് പോകുന്ന ആളുകൾക്ക് ഇത് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനായിട്ട് പറ്റുന്നു. അത് പക്ഷേ അവിടെ തന്നെ 2 തരം സമൂഹത്തിനെ അവിടെ സൃഷ്ടിക്കണം. അതായത് ഇവരുടെ കാർഡുള്ളവർക്ക് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. അപ്പോൾ അവരുടെ കാർഡ് എടുക്കാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ അത് ഇപ്പോൾ ഇന്ത്യയിൽ ഇതേവരെ BJP അടക്കം പറയാത്തൊരു രാഷ്ട്രീയ പരിപാടിയാണ്. ഇപ്പോൾ BJP മെമ്പർമാരില്ലാത്തവർക്ക് അവരുടെ രാഷ്ട്രീയക്കാരുമായിരിക്കും. അതെ, സ്വാഭാവികമായിട്ടും അവരുടെ രാഷ്ട്രീയത്തിലുള്ളവർക്ക് മാത്രമാണ് കാർഡുള്ളത്. അപ്പോൾ ഈ BJPക്കാരല്ലാത്തവർക്ക് നിങ്ങൾ റേഷൻ കൊടുക്കില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഇതുവരെ BJP എത്തിയിട്ടില്ല. വേണമെങ്കിൽ ഇവർക്ക് മാതൃക കൊടുക്കാവുന്ന ഒരു സംഭവമാണത്. പക്ഷേ അത്തരം ഒരു സംഭവമാണ് അത് ചെയ്യുന്നത്. അത് സ്വാഭാവികമായിട്ടും ജനങ്ങളിലൊരു വിടവുണ്ടാക്കാനായിട്ട് അത് ചെയ്യും. ആളുകൾ അതിനെ ഉപയോഗിക്കുന്നത് നമുക്കറിയാലോ. ഒരു കമ്പനിയും ആ കമ്പനിക്ക് ചുറ്റുമുള്ള ഒരു സമൂഹവുമായിട്ടാണ് അത് ആദ്യം രൂപപ്പെട്ടത്. സ്വാഭാവികമായിട്ടും കേരളത്തിലടക്കം നമ്മൾ ഇതിന് മുമ്പും കണ്ടിട്ടുണ്ട്. ഏത് കമ്പനിയാണെങ്കിലും ആ കമ്പനി, ഒരു വലിയ കമ്പനി അവിടെ ഉണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള ഒരു ജനവിഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യരായിരിക്കും. അവരുടെ ഒരു ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനി നിലനിൽക്കേണ്ടത് വളരെ പ്രധാനമാണ്. ആ കമ്പനിയുടെ ഉപഭോക്താക്കളായിട്ട് ഇപ്പോൾ നിങ്ങളുടെ ഒരു കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് കാരണം തന്നെ അതിനോടുള്ളൊരു ഒരു ബന്ധം ആ നാടിന് സ്വാഭാവികമായിട്ടുണ്ടാവും. അത് എല്ലായിടത്തും നമുക്കറിയാവുന്നതാണ്. ഇന്ത്യയിൽ പല സ്ഥലത്തും നമ്മളത് കണ്ടിട്ടുണ്ട്. ടാറ്റയുടെയും മറ്റേ ഈ പറയുന്ന ഭിലായ് സ്റ്റീൽസിൻ്റെയും അല്ലെങ്കിൽ ജിൻഡാലിൻ്റെയും എല്ലാവരുടെയും ഇതുള്ള സ്ഥലത്ത് ഈ ഗ്രാമങ്ങളെങ്ങനെയാണ് ആ കമ്പനി ആശ്രയിച്ച് നിൽക്കുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു സ്വാഭാവികമായ രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ കമ്പനിയുടെ മറ്റേ ആളുകളെ വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടി നാട്ടുകാർ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇത്തരം സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ വ്യവസ്ഥാപിതമായ ഇടതുപക്ഷത്തിൻ്റെയും UDFിൻ്റെയും പലതരത്തിലുള്ള പ്രവർത്തനം കാരണം ആളുകൾക്കുണ്ടായിട്ടുള്ള ചില അസംതൃപ്തികളുണ്ട്. അതിനെ ഇവർ മുതലെടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പല രാഷ്ട്രീയ മറ്റേ സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ, ഈ അഴിമതി വിരുദ്ധ പരിപാടിയിൽ നമ്മൾ കണ്ടതുപോലെ അത്തരം ഒരു അസംതൃപ്തിയാണ് ഇവർ മുതലെടുത്തിട്ട് ഇവർ കൊണ്ടുവന്ന് അതിനോടൊപ്പം തന്നെ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ പറയുന്ന രീതി എന്തെങ്കിലും തരത്തിലുള്ള ഉപകാരം ഇത് വെച്ചുണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് ആളുകൾ കുറച്ചു കാലം വളരെ കമ്മിറ്റഡായിട്ട് കൂടെ നിന്നിട്ടുണ്ട്. അത് പതുക്കെ അതിങ്ങനെ വാമൊഴിയിലൂടെ കുറച്ച് വീടുകളൊക്കെ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. വാമൊഴിയിലൂടെ പറഞ്ഞ അതിർത്തി പഞ്ചായത്തുകളിലേക്കും മറ്റും അതിൻ്റെ ഒരു ഗുണങ്ങളൊക്കെ വെങ്ങോലയിലുണ്ട്. അങ്ങനെ പോലെ പല സ്ഥലങ്ങളിലേക്കും ഇത് വന്നിട്ടുണ്ട്. നമുക്ക് അറിയുന്ന പോലെ തന്നെ 2 നിയമസഭാ മണ്ഡലത്തിൻ്റെ പരിസരങ്ങളിൽ വരുന്ന പ്രദേശങ്ങളിലേക്ക് ഇത് കടന്നിട്ടുണ്ട്. ഇപ്പോൾ പല ശ്രമങ്ങളുണ്ട് അവർക്ക് പിറവത്തേക്ക്
താല്പര്യമുണ്ട്, തൃപ്പൂണിത്തുറയ്ക്ക് താല്പര്യമുണ്ട്, എറണാകുളം കോർപ്പറേഷൻ്റെ പരിസരങ്ങളിൽ താല്പര്യമുണ്ട്, മറ്റ് തൃക്കാക്കര മണ്ഡലത്തിൽ താല്പര്യം, അങ്ങനെ പലതരത്തിൽ എറണാകുളം ജില്ലയുടെ പല സ്ഥലത്തേക്കും വ്യാപിക്കാനൊക്കെ ഉണ്ട്. പക്ഷേ അതൊരിക്കലും അവർക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ അതിനോട് ചുവട് പിടിച്ച് ഒരു കൂട്ടം ഇത്തരം രാഷ്ട്രീയ സ്വഭാവത്തിലുള്ള അതേസമയം പല രാഷ്ട്രീയ താല്പര്യങ്ങളുമുള്ള പല പാർട്ടികളും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. മറ്റേ V4 എന്ന് പറഞ്ഞിട്ടുള്ള അത്രയുള്ള പല സാധനങ്ങൾ ഇതെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ആത്യന്തികമായി ആ കൊഴിഞ്ഞു പോക്കിലേക്കുള്ള ഒരു ചുവടുവയ്പ്പിലേക്കായിരുന്നു ഇപ്പോൾ T20 ഉള്ളത്. പക്ഷേ സാബു സ്വാഭാവികമായിട്ടും വളരെ ഷ്രൂഡായിട്ടുള്ളൊരു ബിസിനസ്സുകാരനായത് കാരണം BJPയുമായിട്ടൊരു ബന്ധം അയാൾക്ക് ഇവിടെ T20 നശിച്ചാലും അയാൾക്ക് മറ്റേതെങ്കിലും സംസ്ഥാനത്ത് അയാളുടെ കമ്പനി വളർത്താനായിട്ട് BJP ഉപകാരപ്പെടും എന്ന് കണ്ടതുകൊണ്ട് തന്നെയായിരിക്കണം സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ സാബു ജേക്കബ് തുറന്നു പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് രാഷ്ട്രീയം ഒരു ബിസിനസ്സല്ല, ഞാനൊരു ബിസിനസ്സുകാരനാണ്. എനിക്ക് കേരളത്തിൻ്റെ ഒരു വികസിത കേരളം സൃഷ്ടിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. വികസിത കിഴക്കമ്പലം പോലെ ഒരു വികസിത കേരളം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് എൻ്റെ ഈ പ്രവർത്തനത്തെ ഇടതുപക്ഷ മുന്നണിയും അതുപോലെ തന്നെ UDFും എല്ലാം ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ എതിർത്ത് തകർക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതാണ് സംഭവിച്ചത്. അപ്പോൾ എൻ്റെ ഈ ലക്ഷ്യം, വികസിത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ ഈ NDAയുമായി ചേർന്ന് പോയാലേ സാധ്യമാകുള്ളൂ. അതായത് ഇന്ത്യയെ ഒരു സൂപ്പർ പവറാക്കി മോദിക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കേരളത്തെ അങ്ങനെ ഒരു സൂപ്പർ പവറാക്കി മാറ്റാൻ മോദിക്ക് മാത്രമേ കഴിയുള്ളൂ, NDAയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഭാഗമാകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ എല്ലായിടത്തും ഇപ്പം ബീഹാറിനെ സൂപ്പർ പവറാക്കി മാറ്റാനായിട്ടാണ് മോഡിക്ക് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളതാണ് നിതീഷ് പറയുന്നത്. ഒഡീഷയെ സൂപ്പർ പവറാക്കി മാറ്റാനുള്ളതാണ് ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നത്. എല്ലായിടത്തും സൂപ്പർ പവറാക്കി മാറ്റാനായിട്ട് അവിടെ പറയാനായിട്ട് BJPക്കാരുണ്ടായിരുന്നു. പക്ഷേ കേരളത്തിൽ ഏതെങ്കിലും BJPക്കാർ ഇത് പറഞ്ഞാൽ ജനം ഓടിച്ചിട്ടടിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കൊന്നും പറയാനുള്ളൊരു ഗ്രൗണ്ട് ഇവിടെ ഇല്ല. അപ്പോൾ ഈ ഗ്രൗണ്ട് ലേശമെങ്കിലും എവിടെയെങ്കിലും ഒരു സൃഷ്ടിച്ച ആൾക്കാരെ കൊണ്ട് ഇത് പറയിപ്പിക്കുക എന്നുള്ളതാണ് BJP ചെയ്യുന്നൊരു കാര്യം. പിന്നെ നമുക്കറിയാലോ, ഇപ്പം ഇയാൾ എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നുണകളും സംഭവങ്ങളും. ഇപ്പോൾ കേരളത്തിൽ ഒരു 25 വർഷം മുമ്പാണ് കേരളത്തിന് ഈ പറഞ്ഞ രീതിയിൽ വ്യവസായികളെ മറ്റേ കേരള സംസ്ഥാനം ദ്രോഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ വിശ്വസിക്കും. ഇപ്പോൾ ആളുകൾക്ക് ഇതൊരു സിനിമ കഥ മാത്രമാണ്, അല്ലാതെ വേറെ കാര്യം. ഞാൻ പറയുന്നത് ഈ 10 വർഷത്തെ കാര്യം മാത്രമല്ല, അതിന് മുമ്പുള്ള UDF സമയത്ത് പോലും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ വ്യവസായത്തെ കഴിയുന്നത്ര അടുപ്പിച്ച് നിർത്താനും അതിനോട് ഒരു സമരസപ്പെട്ടു പോകാനുമുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു വ്യവസായ സൗഹൃദ സംസ്ഥാനമായിട്ട് 10 വർഷം മുമ്പ് ഈ തൊഴിലാളി യൂണിയനുകൾ കമ്പനികൾ ഉണ്ടായിരുന്നു. അത് ആ ചർച്ചകളെല്ലാം അവസാനിച്ച് കഴിഞ്ഞ കാര്യമാണ്. ഇതൊരു വ്യവസായ സൗഹൃദ സംസ്ഥാനമായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ മാത്രമല്ല, കൂടുതൽ ആ വ്യവസായ സൗഹൃദത്തിലേക്ക് ഗ്രോ ചെയ്യുന്നതിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായിരിക്കും കേരളം. അതുകൊണ്ട് തന്നെ ഇയാൾ ഇവിടുന്ന് കച്ചവടം അവസാനിപ്പിച്ച് പോകുന്നു എന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ ശേഷവും ഇവിടെ മറ്റേത് പ്രവർത്തിക്കുകയും ലാഭകരമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സ്റ്റേറ്റിൽ. മറ്റേ പോയ സ്ഥലത്തൊന്നും ഇത് തുടങ്ങിയിട്ടുമില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പറയുകയും ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുകയും പുള്ളിയുടേതായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക്, അതെനിക്ക് തോന്നുന്നു ആത്യന്തികമായി BJP മുന്നണിയുമായിട്ട് ചേരുക എന്നുള്ളൊരു രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പായിരുന്നു ഈ നടന്നത് മുഴുവൻ. അതുകൊണ്ട് തന്നെയാണ് ഈ എല്ലാ കാലത്തും മറ്റേ കോൺഗ്രസിനെയും ഇടതുപക്ഷത്തിനെയും വെല്ലുവിളിച്ചുകൊണ്ട് അധികം നിൽക്കുകയും ചെയ്തത്. കാരണം ഇതിലേക്ക് എത്തുക എന്നുള്ളൊരു വഴി തന്നെയായിരുന്നു. ആ ലക്ഷ്യത്തിലേക്ക് ഇത് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണോ, ഒരു ബിസിനസ്സുകാരെന്നുള്ള ബിസിനസ് സംശയം തീർച്ചയായിട്ടും ഉണ്ടാവും. ഇവിടെ എല്ലാ ഇവർക്കും നമുക്കറിയാലോ. ഇപ്പോൾ ഫീസ്റ്റ് ഓഫ് കൾച്ചേഴ്സ് ജോസി എഴുതുന്ന സമയത്ത് അതിലൊരു പ്രധാനപ്പെട്ട ജോസി ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട ആർഗ്യുമെൻറ്റ് കോർപ്പറേറ്റുകൾ ഡയറക്റ്റായിട്ട് ലോ മേക്കേഴ്സായിട്ട് മാറുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരു കോർപ്പറേറ്റ് മറ്റേ കർണാടകയിൽ ആദ്യം മറ്റേ ജനതാദളിനും പിന്നീട് BJPക്കും പണം നൽകി അവരുടെ രാജ്യസഭ അംഗമായിട്ട് മാറുന്നു. എന്നിട്ട് അവിടെ ഇരുന്ന് അദ്ദേഹം പാർലമെൻറ്റിലെ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ IT ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഉപസമിതിയിൽ അംഗമാകുന്നു. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ ചോദ്യം ചെയ്യാൻ വേറെ ആരുമില്ല. അങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്തുന്നു. അങ്ങനെ പലരും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജിൻഡാൽ ചെയ്തിട്ടുണ്ട്, അതേപോലെയുള്ള പല ആളുകളും ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ ഇവരുടെ പിണിയാളുകളെ മറ്റേ MP ആക്കിയും MLA ആക്കിയും വിടുകയാണ്. ഇത് ഡയറക്റ്റായിട്ട് വന്ന് ചെയ്യുന്നു. അവർ രാഷ്ട്രീയത്തിൽ ഡൊണാൾഡ് ട്രംപ് അത് ചെയ്യുന്നത് ആ മാതൃകയിൽ ഡയറക്റ്റായിട്ട് ഈ പറഞ്ഞ രീതിയിൽ ഇവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്
ഇവർ ആത്യന്തികമായി രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്. ഇവരുടെ രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന കാര്യം തന്നെ ഇവരുടെ ബിസിനസ് തന്നെയാണ്. അത് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാളുടെ ലക്ഷ്യം ബിസിനസ്സാണെന്ന കാര്യത്തിൽ സംശയം. പക്ഷേ അതിൽ വേറൊരു സംഗതി ഉള്ളത്, ഇപ്പോൾ BJPക്ക് പക്ഷേ കേരളത്തിലൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ഇപ്പോൾ ഈ മിഷൻ 2026 എന്ന് പറയുന്ന ഇന്ന് നരേന്ദ്രമോദി ഇപ്പം പ്രഖ്യാപിക്കാൻ പോകുന്നൊരു സംഗതിയാണ്. അതിലവർ കേരളത്തിൽ എത്ര സീറ്റുകൾ കിട്ടുമെന്നതിലുപരിയായി ഏതൊക്കെ ജനവിഭാഗങ്ങളെ തങ്ങളുടെ കൂടെ കൂട്ടണം എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു കേരളത്തിൽ ഇപ്പം ഉത്തരേന്ത്യയിൽ ക്രൈസ്തവരെ ആക്രമിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വേറെ സംഭവങ്ങളാണ്. അത് അവർ മറ്റ് സംഘടനകളാണ്, ഞങ്ങൾക്കുമായി BJPക്കോ RSSനോ ഇതുമായിട്ടും ബന്ധമില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ നമുക്കെല്ലാം അറിയാം ആരാണിത് ചെയ്യുന്നത്, നമുക്കെല്ലാം അറിയാം. പക്ഷേ കേരളത്തിലെ ജനസംഖ്യാപരമായ ഒരു പ്രശ്നം കൊണ്ടുകൂടി ഹിന്ദുക്കളിലെ മുഴുവൻ ആളുകളെയും പിടിച്ചെടുത്താൽ പോലും വോട്ട് മുഴുവൻ, ഇപ്പം LDFലും UDFലും ഒക്കെ കിടക്കുന്ന വോട്ടുകൾ മുഴുവൻ കിട്ടിയാൽ പോലും ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളുടെ, മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും കൂടെ വോട്ടിൻ്റെ ഒരു ശതമാനം കിട്ടാതെ കേരളത്തിൽ അധികാരത്തിലെത്താൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ SIRലൂടെ ഇവരെല്ലാം വോട്ടുകൾ ഒഴിവാക്കി കളയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ അങ്ങനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന വ്യത്യസ്ത വിഭാഗക്കാരാണെങ്കിലും ക്രൈസ്തവരാണ്. അതിൽ കുറേ ആളുകളെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കൊള്ളാവുന്നവരാണോ, അവർക്ക് രാഷ്ട്രീയമായി എത്ര ഉപയോഗപ്പെടും എന്നുള്ളതൊന്നും അറിയില്ല. ഇപ്പോൾ PC ജോർജ് ഉണ്ട്, ജോർജ് കുര്യനുണ്ട്, ഷോൺ ജോർജ് പോലുള്ള ആൾക്കാരുണ്ട്, AK ആൻ്റണിയുടെ മകനെ അവർക്ക് കൊണ്ടുവരാൻ, അങ്ങനെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ചില ആളുകളെ അവർക്കൊപ്പം മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് ഇപ്പോൾ അബ്ദുള്ള കുട്ടിയെപ്പോലുള്ള ഒരാളെ അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ ക്രിസ്ത്യാനികൾ അവരുടെ ഒരു ടാർഗറ്റാണ്, ഈ BJPയുടെ NDAയുടെ ഒരു ടാർഗറ്റാണ്. ആ നിലയിലാണ് ഒരു പുതിയ ഘടകകക്ഷിയായിട്ട്, ചെറുതാണോ അതിൻ്റെ എത്ര സ്വാധീനമുണ്ട്, ഏത് പ്രദേശത്തുണ്ട് എന്നുള്ളത് അപ്പുറത്തേക്ക് ആ ഒരു മിഷൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഇപ്പം അമിത്ഷായുടെ മേൽനോട്ടത്തിലാണ് ഈ രാജീവ് ചന്ദ്രശേഖർ ഈ ചർച്ചകൾ നടത്തിയെന്ന് പറഞ്ഞത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അതൊരു വലിയ കിട്ടലാണ്. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പം കേരളത്തിൽ വർഷങ്ങളായിട്ട്, അതായത് കഴിഞ്ഞ 50 വർഷമെങ്കിലുമായിട്ട് കേരളത്തിലെ പിന്നാക്ക ഹിന്ദുക്കളിൽ ഒരു പേരുണ്ടാക്കാനായിട്ട് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ ഈ പറഞ്ഞ രീതിയിൽ ഗോൾവാൾക്കർ ശ്രമിച്ചിട്ടുണ്ട്, മദൻ മോഹൻ മാളവ്യ ശ്രമിച്ചിട്ടുണ്ട്, സവർക്കർ നേരിട്ട് ശ്രമിച്ചിട്ടുണ്ട്, ഇവരെല്ലാം ഇത് ശ്രമിച്ചിട്ടുണ്ട്. മദൻ മോഹൻ മാളവ്യൊക്കെ ഈ പറഞ്ഞ SNDPയുടെ യോഗത്തിൽ വരെ പങ്കെടുക്കാനായിട്ടുള്ള ഇത് നടത്തി വന്ന് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ പ്രതിഷേധം അന്നുണ്ടായി. അവർക്കൊക്കെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ചവിട്ടി പുറത്താക്കി എന്ന് പറയുന്ന രീതിയിൽ ഇത് ചെയ്തതാണ്. അപ്പം നമ്മൾക്ക് ഇവരുടെ UPയുടെ ഒന്നാം സർക്കാരിൻ്റെയും രണ്ടാം സർക്കാരിൻ്റെയും സമയത്ത് BJP ബീറ്റ് ചെയ്തിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ നമ്മൾ BJP ഓഫീസിൽ പോയി ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ അരുൺ ജെയ്റ്റ്ലി അടക്കമുള്ള സീനിയർ നേതാക്കൾ എപ്പോഴും ഒരു ഡീബ്രീഫിംഗ്, ഒരു ക്യാമറ ഇല്ലാത്ത സമയത്തുള്ള ചർച്ചകളിൽ അവർ കേരളത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത് തന്നെ ഞങ്ങൾക്ക് അവിടുത്തെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിനെ പൊളിക്കുക എന്നുള്ളതാണ്. ലെഫ്റ്റിനെ പൊളിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ. കാരണം ലെഫ്റ്റിനെ വോട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞെങ്കിൽ ഞങ്ങൾ ഇന്ത്യയിൽ പല ഭാഗത്തും ലക്ഷ്യം വച്ചിരിക്കുന്ന ആൾക്കാരാണ് ലെഫ്റ്റിൽ വോട്ട് ചെയ്യുന്ന ഒരു വലിയ ഭൂരിപക്ഷം ആളുകൾ ഹിന്ദു വോട്ടർമാരാണ്. അപ്പോൾ അത് പിന്നാക്ക ഹിന്ദു വോട്ടർമാരെയാണ് ശരിക്കും പറയുന്നത്. അത് ലെഫ്റ്റിന് വോട്ട് ചെയ്യുന്നു. അതുകൊണ്ട് അവരെ തകർക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം. ഞങ്ങൾക്ക് മറ്റത് കിട്ടുന്നതിൽ ഒരു പരിധിയുണ്ട് എന്നുള്ളത്. ആ പരിധി യഥാർത്ഥത്തിൽ ഇപ്പോഴും ഉണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസം മുൻപ് അല്ലെങ്കിൽ ഒരു 7 മാസം മുമ്പ് ഇവിടുത്തെ ഈ കാസ ഗ്രൂപ്പുകളും ഇവിടുത്തെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളും ആക്റ്റീവായിരുന്നു, അത്ര ആക്റ്റീവ് അല്ല ഇപ്പോൾ. അപ്പോൾ അതിനൊറ്റ കാരണമുള്ളൂ, കോൺഗ്രസ് തിരിച്ചു വരാൻ പോകുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് വീണ്ടും ശക്തി ആർജിച്ചു എന്നുള്ള ഒരു പ്രതീതി സമൂഹത്തിലുണ്ട്. കോൺഗ്രസ് ശക്തി ആർജിച്ചാൽ ഇവിടുത്തെ ഒരു വലിയ വിഭാഗം ക്രിസ്ത്യൻ സമൂഹം വോട്ട് തിരിച്ച് കോൺഗ്രസിലേക്ക് തന്നെ പോകും. അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. പക്ഷേ ഒരു ചെറിയ ന്യൂനപക്ഷമുണ്ട്. സ്വാഭാവികമായിട്ടും ഇവരുമായിട്ട് കുറേ കാലമായിട്ട് പിണങ്ങി നിൽക്കുന്ന ആളുകളുണ്ട്. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ വലിയ കൃത്യമായ ബിസിനസ് താല്പര്യമുള്ള വിഭാഗങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടായിട്ടും കാര്യമില്ല, കേന്ദ്രത്തിൻ്റെ സഹായമുണ്ടെങ്കിലേ നമ്മളുടെ സ്വത്തുവകകൾ സംരക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് വിചാരിക്കുന്ന ചില മറ്റേ ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകളെല്ലാം ഇവർ കൊണ്ടുവരാൻ ശ്രമിക്കുക. PC ജോർജോ ഷോൺ ജോർജോ വേറെ ആരെ കൊണ്ട് ഇവർക്ക് ഗുണമുണ്ടായില്ലെങ്കിലും പല സഭകളെ കൊണ്ട് ഗുണമുണ്ടാകാൻ പറ്റുമെന്ന് ഇവർക്ക് നോക്കും. പക്ഷേ നമുക്കറിയാം, അതുപോലെ പിന്നെ മാത്രമല്ല സാബു ജോർജ് യാക്കോബ സഭയുടെ ആളാണ്. അല്ല, യാക്കോബ സഭയുടെ ആളല്ലെങ്കിൽ യാക്കോബ സഭയിൽ പെട്ട ഒരാളാണ്. യാക്കോബ സഭയൊന്നും സാബു ജോർജിന് വേണ്ടി എന്തെങ്കിലും തരത്തിലൊരു നിലപാടെടുക്കുന്ന തോന്നുന്നില്ല. മാത്രമല്ല കിഴക്കമ്പലത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ദളിത് പിന്നോക്ക വോട്ടുകളൊക്കെയാണ് ഈ സാബു ജോർജിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്കായിട്ട് അവിടെ നിൽക്കുന്നത്. അല്ലാതെ ക്രിസ്ത്യൻ വോട്ടുകളിലൊന്നും
പുള്ളിക്കാരൻ അത്ര വലിയ കാര്യമൊന്നുമില്ല. ഉണ്ട്, അവരെ സ്വാഭാവികമായിട്ടുണ്ട്. അതിനപ്പുറത്തേക്കൊന്നും BJP വിചാരിക്കുന്ന മാതിരിയുള്ള ലക്ഷ്യങ്ങളൊന്നും അല്ല. അത് മാത്രമല്ല, ഇപ്പോൾ വരുന്ന പ്രതികരണങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ഈ 2020 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മുന്നണികൾക്കും എതിരായി എല്ലാ വിഭാഗം ആളുകളുമാണല്ലോ. ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ അതൃപ്തിയുള്ള ആളുകൾ എല്ലാ വിഭാഗത്തിലും പെടുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ദലിതരുണ്ട്, പിന്നോക്കക്കാരുണ്ട്, സവർണരുണ്ട്. ഇവരെല്ലാം ചേർന്നിട്ടാണ് 2020 അധികാരത്തിൽ എത്തിച്ചത്. പക്ഷേ ഇവർ NDA എന്നുള്ളൊരു ഹിന്ദുത്വ രാഷ്ട്രീയമുള്ളൊരു മുന്നണിയുടെ ഭാഗമായി മാറുമ്പോൾ ഇപ്പോൾ അവർക്കുള്ള സ്വാധീനം നിലനിർത്താൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമാണുള്ളത്. അതുപോലെ വലിയ സംശയമാണ്. കാരണം കാര്യം കേരളത്തിലെ വോട്ടർമാരാണ്. ഞാൻ കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുകളിൽ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം BJP ആണ് ഒരു കേരള സൊസൈറ്റി എൻ്റെ ഒരു വോട്ടിംഗ് അതിൽ വലിയൊരു ശതമാനം അവർക്ക് കൂടുന്നുണ്ടെന്ന് ശരിയാണ്. പക്ഷേ ഒരു മനുഷ്യർ എന്നുള്ള നിലയിൽ എത്രമാത്രം ഒരു ആർജവത്തോടു കൂടിയാണ് ഈ BJPക്ക് എതിരെ പെരുമാറുന്നത് എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് ഞാൻ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ കാണുന്നത്. അത്രമാത്രം കേരളത്തിൽ വോട്ട് ചെയ്യുന്ന ഒരുവിധപ്പെട്ട ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം ഈ ലെഫ്റ്റിലെ ആൾക്കാർ പാർലമെൻറ്റിൽ പോയാലാണ് യഥാർത്ഥത്തിൽ ഗുണമുണ്ടാവുന്നതെന്ന്. പക്ഷേ എന്നിട്ട് പോലും അവരെ ജയിപ്പിക്കാതെ ഇവരെ ജയിപ്പിച്ച് വിടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BJPക്ക് എതിരായിട്ടുള്ളൊരു ഒരു സാധനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു തടസ്സം ഉണ്ടാവരുത്, അതിനൊരു പവർ ഇവർക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ പുറത്തിട്ടാണ് അത് ചെയ്യുന്നത്. ആ ബോധ്യമുള്ള മനുഷ്യർ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ട്. അവരൊക്കെ താൽക്കാലികമായിട്ട് പലതിനെ കൂട്ടിയായിരിക്കും. പക്ഷേ BJPയോട് നിങ്ങൾ ചേരാൻ പോവുകയാണ് എന്ന് തോന്നിയാൽ അവരിൽ പലരും എനിക്ക് തോന്നുന്നില്ല ഇപ്പം ചെയ്യുന്ന പോലെയുള്ള ഒരു ഇത് ചെയ്യും എന്നുള്ളത്. അതൊരു പ്രശ്നമായിരിക്കും. എനിക്ക് തോന്നുന്നത് ഈ കുന്നത്തുനാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 42,000 വോട്ടിനടുത്ത് കിട്ടിയിരുന്നു. ഈ 2020 കിട്ടിയിരുന്നു. ഒരു തരത്തിൽ സജീന്ദ്രൻ്റെ തോൽവിക്ക് കാരണമായതും ഇതാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 2000 ചില വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷം മാത്രമാണ് PV ശ്രീനിജന് അവിടെ കിട്ടിയത്. ഇവർ 42,000 വോട്ടിനടുത്ത് കിട്ടുകയും ചെയ്തിരുന്നു. ഈ ഒരു വോട്ടിൻ്റെ ബലത്തിലാണ് യഥാർത്ഥത്തിൽ BJP എന്തോ കാണുന്നുണ്ട്. BJP അവിടെ NDA സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 8,000-ൽ താഴെ വോട്ടുകൾ മാത്രമാണ്. അപ്പോൾ അവരുടെ കണക്കുകൂട്ടൽ ഒരു പക്ഷേ ഈ 42,000-ഉം ഈ 8,000-ഉം ചേർന്നാൽ 50,000 വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടും. ഒരു പക്ഷേ കുന്നത്തുനാട് മണ്ഡലം കിട്ടും. ഒപ്പം തന്നെ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഇപ്പം BJP ഭരണത്തിലാണ്. അപ്പോൾ തൃപ്പൂണിത്തുറ അവർക്ക് സാധ്യതയുള്ള ഒരു മണ്ഡലമായി അവർ കാണുന്നുണ്ട്. എത്രമാത്രം സാധ്യതയുണ്ടെന്നുള്ളതല്ല. അപ്പോൾ ഒരു പക്ഷേ 2020 വോട്ട് കൂടെ കിട്ടിയാൽ തൃപ്പൂണിത്തുറ ഒരു പക്ഷേ പിടിക്കാൻ പറ്റുമെന്നുള്ളൊരു കണക്കുകൂട്ടൽ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ല, ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2020 സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാർ NDAയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് വരുന്നത്. പിന്നെ നമുക്കറിയാം അതിൽ അവിടെ സംഭവിച്ചെന്താണ്, കുന്നത്തുനാട്ടിൽ സംഭവിച്ചെന്ന് വെച്ചാൽ കുന്നത്തുനാട് ബേസിക്കലി കോൺഗ്രസ്സിന് ജയിക്കാൻ ഏറ്റവും സാധ്യതയുള്ള മണ്ഡലം. എറണാകുളം ജില്ലയിലെ ഏറ്റവും ഇപ്പോൾ നമ്മുടെ മറ്റേ ഇതിലൊക്കെ കാണാം, അത് ഈ മറ്റ് ഇലക്ഷനിലൊക്കെ നമുക്കത് കാണാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് നല്ല സ്വാധീനമുള്ളതാണ്. അതിൽ സ്വാഭാവികമായിട്ട് അവിടെ കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തകരോടും നേതാക്കന്മാരോടും അവിടെ ഉണ്ടായിരുന്ന MLAയോടും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രതിഷേധമാണ് മറ്റ് 2020 വോട്ടായിട്ട് മാറിയത്. അഥവാ അതിലൊരു വലിയ ശതമാനം കോൺഗ്രസിൻ്റെ വോട്ടുകൾ തന്നെയാണുള്ളത്. ലെഫ്റ്റിൻ്റെ വോട്ടുകളുണ്ട്, സ്വാഭാവികമായിട്ടുമുണ്ട്. പക്ഷേ ഒരു വലിയ ശതമാനം കോൺഗ്രസിൻ്റെ വോട്ടുകളുണ്ട്. ആ കോൺഗ്രസിൻ്റെ ലെഫ്റ്റിൻ്റെ വോട്ടുകൾ NDA സ്ഥാനാർത്ഥിക്ക് പോകുമോ? അതിലെനിക്ക് വലിയ സംശയമുണ്ട്. അതേപോലെ തന്നെയാണ് തൃപ്പൂണിത്തുറയിൽ സ്ട്രോങ് ആയ ഒരു BJP മറ്റേ സംഭവം ഉണ്ട് അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് BJP എന്തായാലും ഇതിലേക്ക് 2020 മറക്കാനല്ല, അവിടെയുള്ള 10 2020-കാർക്കും കൂടി വേണമെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യാം എന്നതിനപ്പുറത്തേക്ക് അതിന് ഭാഗത്തിന് 2020-കാർ അവിടെ തൃപ്പൂണിത്തുറയിലുണ്ടോ എന്നിരിക്കും. ഈ പറഞ്ഞ പോലെ 2020 NDAയിലേക്ക് മാറുമ്പോൾ ഈ വോട്ടുകൾ അപ്പാരം മാറാനുള്ള ഒരു സാധ്യതയില്ല. കാരണം അതോടുകൂടി അതൊരു NDA എന്നുള്ളതിലേക്ക് മാറി. 2020 വളരെ ഡിഫറൻ്റ് ആയ ഒരു സംഗതിയായി നിൽക്കുമായിരുന്നു. അതായത് BJPയിൽ നിന്നും വ്യത്യസ്തമായൊരു പാർട്ടിയായി ഈ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ സ്വഭാവമില്ലാത്തൊരു സംഗതിയായി നിൽക്കുമ്പോഴാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ NDAക്ക് കിട്ടുന്ന വോട്ടുകളിൽ ഈ 8,000 വോട്ടുകളിൽ ഒരുപക്ഷെ ഒരു 10,000 വോട്ട് കൂടെ കൂടുതൽ കിട്ടിയേക്കാം. അതിനപ്പുറത്തേക്കുള്ള സാധ്യതകൾ ഇപ്പം തന്നെ അവിടെ അവിടെയുള്ള ഈ 2020-യുടെ പല മെമ്പർമാരായിരുന്ന ആളുകളും 2020 നിലവിലുള്ള മെമ്പർമാരും ഒക്കെ തന്നെ പലതരത്തിലുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഞങ്ങളോട് ആലോചിക്കാതെയാണ് ചെയ്തത്. സ്വതന്ത്രമായി നിൽക്കുന്ന അഴിമതിക്കെതിരെയും അധാർമികതക്കെതിരെയൊക്കെ നിൽക്കുന്ന പ്രസ്ഥാനമാണ് എന്ന നിലയിലാണ് ഞങ്ങൾ 2020-കാർ അവരുടെ അംഗങ്ങൾക്ക് സ്റ്റൈഫൻഡ് കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് വിട്ടുപോകൽ ചിലപ്പോൾ 20,000 രൂപ ഓണറേറിയം കൊടുക്കുന്നുണ്ട്. അത്തരത്തിലൊരു പഞ്ചായത്തിൽ എനിക്ക് തന്നെ 12,000 14,000 രൂപയേ ഉള്ളൂ ഒരു മെമ്പർക്ക് കിട്ടുന്നത്. മാത്രമല്ല ഒരു തരത്തിൽ വലിയ പ്രശ്നമാണ് കേരളത്തിൽ.
കേരളം ഫേസ് ചെയ്യുന്ന വലിയ പ്രശ്നങ്ങളിലൊന്നാണ്. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചിലവുള്ള ഒരാൾ ഒരു പഞ്ചായത്ത് മെമ്പറാണ്. കാരണം അയാൾക്ക് ഈ പണിയുമുണ്ട്, അതിഭീകരമായിട്ടുള്ള ചിലവുമുണ്ട്. ചെല്ലുന്ന സ്ഥലങ്ങളിൽ സാധാരണ മനുഷ്യരെയാണ് കാണുന്നത്, ഡയറക്റ്റായിട്ട് പരിചയമുള്ള മനുഷ്യരാണ്. അവരുടെ ഓരോ പ്രശ്നങ്ങളിലും ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും കയ്യിൽ നിന്ന് ചിലവാകുന്ന പൈസയ്ക്ക് ഒരു കണക്കില്ല. അവർക്ക് കിട്ടുന്ന സർക്കാരിൽ നിന്ന് കിട്ടുന്ന പൈസയായിട്ട് വളരെ ദുർബലമായിട്ടുള്ള പൈസയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് പല സമയത്തും പല കമ്മീഷനുകളും സംഭവങ്ങളിട്ട് ഇതൊന്നും ഇവർ പലരും അവർക്ക് വേണ്ടി ചെയ്യുന്ന പോലുമല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്മീഷനുകളിലൂടെയൊക്കെയാണ് ഇവർ ഈ ആളുകളെയൊക്കെ പലരും സഹായിക്കാനൊക്കെ ചെയ്തിട്ട് നിൽക്കുന്നത്. അത് മുഴുവൻ ഒരു അനാരോഗ്യകരമായിട്ടുള്ളൊരു സ്ഥിതി നമ്മുടെ പഞ്ചായത്തുകളിലെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ 2020 ചെയ്യുന്ന ഈ കാര്യം വളരെ പ്രധാനമാണ്. ആ 20,000 രൂപ എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നൊരു കാര്യമാണ്. അത് കാരണം തന്നെ അംഗങ്ങൾക്ക് രാഷ്ട്രീയ വ്യത്യാസത്തിനപ്പുറത്തേക്ക് അവരുടെ ഇതിൽ നിന്നോ അല്ലെങ്കിൽ അവർ രാജിവെച്ച് പോകണം. പക്ഷേ അവർക്ക് മെമ്പർമാരായിട്ട് തുടരണമെങ്കിൽ ഈ പണം അവർക്ക് വളരെ ആവശ്യമായിരിക്കും. അത് കാരണം തന്നെ അതെത്രമാത്രം ഉണ്ടാവുമെന്ന് അറിയില്ല അവരുടെ രാജിയൊക്കെ. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ ആളുകൾക്കുള്ളൊരു അമർഷം സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഞാൻ കാണുന്നത്. നമ്മൾ ശ്രീത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഒരു അഴിമതി വിരുദ്ധ രാഷ്ട്രീയം എന്ന് പറഞ്ഞു വരുന്ന മൂവ്മെൻറ്റുകൾ ഇപ്പം AAP-ലെത്തിയതും മറ്റേ ആൻറ്റി കറപ്ഷൻ വലിയ സമരമാണ്. ഇപ്പോൾ UPA സർക്കാരിനെതിരെ അവിടെ നടന്ന വലിയ സമരമാണല്ലോ ഈ BJP അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നത്. അത്തരം മൂവ്മെൻറ്റുകൾ യഥാർത്ഥത്തിൽ സ്വാഭാവികമായി എത്തിച്ചേരുന്നൊരിടമായി ഈ പറയുന്ന BJP അല്ലെങ്കിൽ NDA ഇതിലേക്ക് മാറിയിട്ടുണ്ട്. അതിൻ്റെ നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. 2020 അന്ന് വിജയിക്കുമ്പോഴും പിന്നീട് വലിയ വിജയം നേടുമ്പോഴും ഒക്കെ തന്നെ അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്നൊരു നല്ല ഇടം ഇതാണ് എന്നുള്ളത്. ആ നിലയ്ക്കുള്ളൊരു തരം റിക്രൂട്ടിംഗ് ഏജൻസികളായി ഇപ്പോൾ കേരളത്തിൽ BDJs എന്ന പാർട്ടി ഈഴവരെ BJP ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിക്രൂട്ടിംഗ് ഏജൻസി. ഇപ്പോൾ നമുക്കറിയാം BDJs ഉണ്ടായ അത്ര ശക്തി ഇപ്പോൾ ഇല്ല. പാർട്ടി എന്ന നിലയിൽ വളരെ ദുർബലമാണ്. പക്ഷേ അതൊരു റിക്രൂട്ടിംഗ് ഏജൻസിയായി അതിന് മാറാൻ കഴിയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത്തരം റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ഒരു ഭാഗം തന്നെയല്ലേ ഈ 2020 പോലുള്ള പാർട്ടികൾ എന്നുള്ളൊരു സംഗതി? പരിപൂർണമായിട്ടും നമുക്ക് നോക്കുന്നു. ഡൽഹിയിൽ ഇപ്പോഴത്തെ ഏറ്റവും ഒരു ആൻറ്റി മുസ്ലിമായിട്ടുള്ള വോക്കലായിട്ട് മറ്റേ ഒരു തരത്തിലുള്ള വിഭാഗീയതയും മനുഷ്യവിരുദ്ധതയും മാത്രം പറയുന്ന ഏറ്റവും വലിയ നേതാക്കന്മാരിൽ ഒരാൾ കപിൽ മിശ്രയാണ്. കപിൽ മിശ്ര തുടങ്ങിയത് എവിടെ നിന്നാണ്? ആം ആദ്മി പാർട്ടിയിൽ നിന്ന് തുടങ്ങിയതാണ്. ഈ ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് കപിൽ മിശ്രയെ 4 പേര് അറിയാൻ തുടങ്ങിയത്. അതിനു മുമ്പ് അയാൾക്ക് ഒരു യാതൊരു തരം അഡ്രസ്സും ഇല്ലാത്തൊരു ആളായിരുന്നു. അപ്പോൾ അത്തരം ഒരു ആളുകളെ നമ്മൾ ഈ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് ആകർഷിച്ച് കൊണ്ടുവന്ന് BJPയുടെ നാവായിട്ട് മാറ്റുകയും സമൂഹത്തിൽ വിഭജനം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മാറ്റാനും ചെയ്യാനുള്ളൊരു ഇതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കേരളത്തിൽ ഈഴവ സമൂഹത്തിൻ്റെ അകത്തേക്ക് കടന്നു കയറാനായിട്ട് എത്രയോ കാലമായി ഇവർ ശ്രമിക്കുന്നു. അപ്പോൾ അതിന് കഴിയാതെ വന്നപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ മകനെ വച്ചിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കി അതുവഴി കടന്നു കയറാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം ഇവർ നടത്തുന്നു. വെള്ളാപ്പള്ളി നടേശൻ തന്നെയായിരുന്നു അന്ന് ആ പാർട്ടി രൂപീകരണം. അതെ, എല്ലാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ബേസിക്കലി SNDP വെച്ചിട്ട് ഇവരെത്രയോ കാലമായി ശ്രമിക്കുന്നു. അതിലൊരു ആത്യന്തികമായുള്ള ഒരു പാർഷ്യലായിട്ടുള്ളൊരു വിജയമാണ് BJPയുടെ ഇത് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ അതുകൊണ്ടൊന്നും സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് SNDPയുമായിട്ട് ദൈനംദിനമായിട്ട് ഇടപഴകി ജീവിക്കേണ്ടി വരുന്ന മനുഷ്യർ അവരുടെ ഗതികേട് കൊണ്ട് ചിലപ്പോൾ പലരും ഇതേപോലെ ഇവരെ വെറുപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ വോട്ട് ചെയ്യുകയും കൂടെ നിൽക്കുകയും പ്രകടനത്തിന് പോവുകയും ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ അതിൻ്റെ ഒരു മനസ്സ് ഇപ്പുറത്തേക്ക് തിരിക്കാനായിട്ട് ഇവരെ കൊണ്ട് പറ്റിയിട്ടില്ല കേരളത്തിൽ. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇത്തരം ഏജൻസികളെ ഈ റിക്രൂട്ടിംഗ് ഏജൻസികളായിട്ട് ഇന്ത്യയിൽ പല സ്ഥലത്തും ഇവരത് ചെയ്തിട്ടുണ്ട്. അതേ ശ്രമം അവരിവിടെ നടത്തുന്നു, ഇതിലേക്ക് നടക്കുന്നു. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലൊക്കെ ഇതിൻ്റെ പല സ്ഫുരണങ്ങൾ നമുക്ക് കാണാം. ഇതെല്ലാം ആത്യന്തികമായി കൾമിനേഷൻ വരാൻ പോകുന്നത് ഇവരുടെ റിക്രൂട്ടിംഗ് ഏജൻസികളായിട്ട് ഇത് വരുമോ എന്നുള്ളതാണ്. അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ അത് തന്നെയാണ് ഇവിടെ ശ്രമിക്കുന്നത്. അത് കേരളത്തിൽ അങ്ങനെ അത്ര വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ഹിന്ദുത്വ പൊളിറ്റിക്സിൻ്റെ ഒരു സ്വഭാവമായി പറയുന്നത് നേരിട്ട് ഡയറക്റ്റായി BJP എന്ന പാർട്ടിയും RSS എന്ന സംഘടനയും മാത്രമല്ല, അത് നാനാതരം സംഘടനകൾ പലതരത്തിലുള്ള ആളുകളെ ഇതിലേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പലതരം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ കാരവൺ ചെയ്തിട്ടുള്ള സ്റ്റോറിയിൽ കേരളത്തിൽ തന്നെ ഏതാണ്ട് 1000-1500 സംഘടനകൾ RSSുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ളൊരു സംഘടന RSS സംഘടനയാണെന്ന് ചിലപ്പോൾ നമുക്ക് പോലും അറിയാൻ പറ്റില്ല, നമുക്കറിയില്ലായിരിക്കും. അത്രയധികം ഇവരിവിടെ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ കണക്ട് ചെയ്ത് മാപ്പ് വരച്ച് നമുക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെന്ന് നിൽക്കുന്നത് RSSൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ്, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഓഫീസിലാണ് എന്ന് പറയുന്ന തരത്തിലുള്ള സംഭവം കേരളത്തിൽ വളരെ സജീവമായിരുന്നൊരു സംഭവമായിരുന്നു. ഈ എല്ലാവർക്കും 10,000 രൂപ പെൻഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ
ഒന്നും കാണുന്നില്ല. ഇലക്ഷൻ സമയമാവട്ടെ, ഇലക്ഷൻ ആവട്ടെ, വരും. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ ഉൾപ്പെടെ ശ്രമിച്ചിരുന്നു, തീർച്ചയായിട്ടും നിർത്തിയെന്ന് തോന്നുന്നു, നിർത്തുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന ഈ ഗ്രൂപ്പുകളുടെ ആത്യന്തികമായ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഹിന്ദുത്വ രാഷ്ട്രീയം അല്ലെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയം തന്നെയാണെന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങൾ തെളിയിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും അതിൽ തന്നെ ആ നോട്ടിൽ തന്നെ നമുക്ക് നിർത്താൻ തോന്നും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇത് വരുന്നത്. ആത്യന്തികമായി ഇതൊരു വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്കുള്ള ശ്രമമാണ്. നമുക്കറിയാലോ, ഈ സോഷ്യൽ മീഡിയയിൽ പോലും ഉണ്ടായി വരുന്ന പല ഓരോ സമയത്തും ഉണ്ടായി വരുന്ന പല ഗ്രൂപ്പുകളും മറ്റേ ഇതിൻ്റെ ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് ഇത് മുഴുവൻ വോട്ട് ഫോർ BJP ആയിട്ട് അല്ലെങ്കിൽ മാറുന്നൊരു തരത്തിലേക്കുള്ള സാധനം. ഈ എല്ലാ തരത്തിലുള്ള വേറെ എന്തെങ്കിലും പേരിൽ, ചിലപ്പോൾ ബൈക്കുകാരൻ്റെ പേരിലുണ്ടായിട്ടുള്ളത്, മറ്റവരുടെ പേരിലുണ്ടായിട്ടുള്ള ഏത് റൈറ്റ് വിങ് ഗ്രൂപ്പും അവസാനം വോട്ട് ഫോർ BJP എന്നുള്ള എളുപ്പത്തിലേക്കുള്ള ചോയ്സായിട്ട് ഇത് മാറുന്നൊരു ഇത് നമുക്ക് കാണാം. അതിൻ്റെ ഒരു നേരിയ ശ്രമം മാത്രമാണ് ഈ T20 പോലെയുള്ള അല്ലെങ്കിൽ 2020 പോലെയുള്ള ഈ പറയുന്ന ഗ്രൂപ്പുകളും സംഭവങ്ങളൊക്കെ ഉള്ളത്. തീർച്ചയായും യഥാർത്ഥത്തിൽ അഴിമതിക്കെതിരെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ അധാർമികതയ്ക്കെതിരെ എന്നൊക്കെ പറഞ്ഞു വരുന്ന ഇത്തരം ഗ്രൂപ്പുകൾ 2020 പോലുള്ള ഗ്രൂപ്പുകളുടെ സ്വാഭാവികമായൊരു അഭയകേന്ദ്രമായി NDA എന്ന് പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു മുന്നണി മാറുന്നു എന്നുള്ളതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അസ്വാഭാവികമായി ഒന്നും തന്നെ ഇല്ല. ഒരു പക്ഷേ BJPയുടെ അല്ലെങ്കിൽ NDAയുടെ ഒരു 2026 ഇലക്ഷൻ മിഷൻ്റെ ഭാഗമായി ഒരുപക്ഷെ ഇവരുടെ വോട്ടുകളോ അവരുടെ സാന്നിധ്യമോ പ്രയോജനപ്പെട്ടേക്കാം എന്നതിനപ്പുറത്ത് വലിയ പ്രസക്തിയോ പ്രാധാന്യമോ 2020 NDAയിലേക്ക് എത്തുന്നതിനില്ല എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. നന്ദി ശ്രീജിത്ത്. താങ്ക് യു.